ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സജീസ് ഡിലൈറ്റ്. കേരളത്തിലെ വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് വയനാട്. അപ്പോൾ ഇന്ന് നമ്മുടെ കുറച്ച് ഫാമിലി മെമ്പേഴ്സ് ആയിട്ട് വയനാട് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പുലർച്ചെ 5 മണിയാവുമ്പോഴേക്കും എല്ലാവരും റെഡി ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു. പോണ നേരത്തെ ചുറ്റും നല്ല ഇരുട്ടായിരുന്നു, പക്ഷെ ട്രാഫിക് ഒക്കെ കുറവാകുമെന്ന് വെച്ചിട്ട് ഞങ്ങൾ അങ്ങനെ പ്ലാൻ ചെയ്തത്. ഇപ്പോൾ ചെറുതായി വെളിച്ചമൊക്കെ വന്നു തുടങ്ങി. ഇപ്പം നമ്മൾ നിലമ്പൂരിലെ കനോലി പ്ലോട്ടിൻ്റെ ആ ഏരിയയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ രണ്ട് സൈഡിലും തേക്കിൻ്റെ മരങ്ങളാണ്, പിന്നെ നടുവിൽ കൂടെ റോഡ്. ഒരു പ്രത്യേക ഭംഗിയാണ് ഇവിടെ നിറയെ പച്ചപ്പാണ്. പിന്നെ സിനിമയിലൊക്കെ കാണുന്ന പോലെ തോന്നുക, നല്ല ഭംഗിയുണ്ട്. ഇവിടെ തേക്കിൻ്റെ പല വെറൈറ്റി ഉണ്ടെന്നാണ് കേട്ടെ. തേക്കിൻ്റെ മ്യൂസിയം ഒക്കെ ഉണ്ട്, ശരിക്കും സൂപ്പർ. അപ്പോൾ ഇത് കുറച്ച് ദൂരം ഇങ്ങനെ തന്നെ ഉണ്ട്. അപ്പോൾ ശരിക്കും കണ്ണിന് നല്ല കുളിർമ. ഇപ്പം നമ്മളിത് ആ മൗണ്ടൻസിൻ്റെ ഇടയിൽ കൂടെയാണ് പോണേ. ഫുൾ ഹെയർ പിന്നാണ്. അപ്പം അതിൻ്റെതായ ബുദ്ധിമുട്ട് എനിക്ക് ഓൾറെഡി തുടങ്ങി. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഇങ്ങനത്തെയൊക്കെ സ്ഥലം. പക്ഷേ ഇതേപോലെ ട്രാവൽ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്നാലും മാക്സിമം ബഹളം ഉണ്ടാക്കി പാട്ട് പാടി ആ ഒരു ഫീലിംഗ് ഒക്കെ മാറ്റാനായിട്ട് ട്രൈ ചെയ്തു. പിന്നെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമായി. അപ്പോൾ വിശപ്പും തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണേ ഗൈസ്. അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം കിട്ടിയപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ഞങ്ങൾ കുറച്ച് സംഭവങ്ങൾ പാക്ക് ചെയ്തിട്ട് വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, കാരണം എല്ലാ നേരവും പുറത്തുനിന്ന് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അത് കാരണം കുറച്ച് ഹോംലി ഫുഡൊക്കെയാണ് ഫസ്റ്റ് ഡേ കഴിച്ചത്. വീണ്ടും നമ്മുടെ യാത്ര തുടങ്ങി. ഇതാ നോക്ക്, അവിടെ നിറയെ ടീ പ്ലാന്റേഷനാണ്. പിന്നെ ഇവിടെ അതാ നോക്ക്, പല വെറൈറ്റിയിലെ നല്ല ഭംഗിയിലെ പൂക്കൾ കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ വയനാട്ടിലെത്തി നമ്മൾ ആദ്യം തന്നെ അനുഗ്രഹ റിട്രീറ്റ് സെന്ററിലേക്കാണ് പോയേ. ഇവിടേക്ക് വരാൻ നമ്മുടെ ചേച്ചിമാർക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ എത്തി കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് നല്ലോണം പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത്. ഈ ഒരു റിട്രീറ്റ് സെന്ററിൽ ഒത്തിരി പേര് പോവാറുണ്ട്, അവർക്ക് ഒത്തിരി അനുഗ്രഹം കിട്ടാറുണ്ട്. അപ്പം നമ്മളും നമ്മുടേതായ രീതിയിൽ പ്രാർത്ഥിക്കാനും നന്ദി പറയാനൊക്കെ വേണ്ടിയിട്ടാണ് പോയത്. നമ്മളിവിടെ 3 ഡേ പ്ലാനിലാണ് വന്നത്. അപ്പോൾ ഫസ്റ്റ് ഡേ നമ്മളൊരു ഹോസ്റ്റലിലാണ് സ്റ്റേ ചെയ്തത്. നമ്മുടെ ഒരു കസിൻ എല്ലാവർക്കും ബെഡും പിന്നെ അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെ ആയിട്ടുള്ള റൂം സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ നമ്മുടെ ലഗേജൊക്കെ ഇവിടെ വെച്ചിട്ട് പിന്നെയാണ് നമ്മൾ കറങ്ങാനായിട്ട് ഇറങ്ങിയത്. ലഗേജൊക്കെ റൂമിൽ വെച്ചതിന് ശേഷം ഫുഡൊക്കെ കഴിച്ച് നമ്മുടെ അടുത്ത യാത്ര എടക്കൽ കേവ്സിലേക്കാണ്. ഇവിടെ എത്തി വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം 1.5 കിലോമീറ്റർ നമുക്ക് നടക്കാനുണ്ട്. ഇവിടെ രണ്ട് സൈഡിലും അത്യാവശ്യം കുറേ ദൂരം കടകളുണ്ട്. അവർ നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കും. പോണ നേരത്ത് ഒന്നും മേടിക്കാൻ നിൽക്കരുത്, കാരണം അത്യാവശ്യം ദൂരം നമുക്ക് നടക്കാനുണ്ട്. അതിനുശേഷം കുറേ സ്റ്റെപ്സും കയറാനുണ്ട്. ഇവിടെ കുഞ്ഞു കുട്ടികളായിട്ട് വരുന്നവർ, അതേപോലെ തന്നെ പ്രായമുള്ളവർ, പിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇവിടേക്ക് വരാണ്ടിരിക്കുന്നതാണ് നല്ലത്, കാരണം ഇത് ഒത്തിരി നടക്കാനുണ്ട്. പോണ വഴിയിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റോക്സ് കാണാം. അതേപോലെ നിറയെ പച്ചപ്പാണ്, കുറേ മരങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവിടെ ഇവിടെയൊക്കെ കുരങ്ങന്മാരും ഉണ്ട്. ശരിക്കും നല്ല ഫണ്ണൊക്കെ ഉണ്ട് ഇത് കണ്ടു നടക്കാൻ. പക്ഷെ നല്ല സ്റ്റാമിന വേണം, കാരണം നമ്മൾ ഒത്തിരി കയറണം. നല്ല ഹൈറ്റ് ഉണ്ട്, കയറാനായിട്ട് പറ്റുന്നില്ല, നല്ല ബുദ്ധിമുട്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണ് ഓരോ സ്ഥലത്ത് സ്റ്റോപ്പ് ചെയ്തിട്ടാണ് കയറുന്നത്.
അങ്ങനെ ക്ഷീണിതരായ നമ്മൾ അങ്ങനെ ടിക്കറ്റ് കൗണ്ടറിലേക്ക് എത്തുമ്പോഴേക്കും രണ്ടാൾക്കാരും കൂടി മുങ്ങി. ഞാനും നല്ല ടയേർഡായി. നമ്മൾ തൃശ്ശൂരിൽ നിന്ന് പോരുമ്പോൾ തന്നെ ചെറിയ കോൾഡും കഫക്കെട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ചും കൂടി സഫോക്കേറ്റഡ് ആയി. എന്നാലും ജോസഫും പാപ്പച്ചേട്ടൻ്റെ ഒക്കെ ആ ഒരു എനർജിയിൽ ഞങ്ങൾ വീണ്ടും കയറി. ടിക്കറ്റ് എടുത്തതിന് ശേഷം ഫുൾ പാറോണ്ടുള്ള സ്റ്റെപ്സാണ്. അതൊന്നും കയറാൻ അത്ര എളുപ്പമല്ല. പിന്നെ ഇവിടെ 2 കേവ്സ് ഉണ്ട്. അപ്പോൾ ആദ്യത്തെ കേവ്സിലേക്ക് നമ്മൾ ഏകദേശം എത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ലൈനാണ് ഇവിടെ കാണുന്നത്. ഇതാണ് ആ കേവ്. ഈ കേവ് കംപ്ലീറ്റ് നാച്ചുറൽ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതിൻ്റെ ഇടയിൽ കുറച്ച് മെറ്റൽ സ്റ്റെയർ കേസ് അവർ ഉണ്ടാക്കിയിട്ടുണ്ട്, നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ കയറാനായിട്ട്. ഇതിപ്പോൾ നമ്മൾ നല്ല ടോപ്പിലാണ് നിൽക്കണേ. അപ്പോൾ അത്യാവശ്യം വലിയൊരു ഏരിയ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഫൈനൽ കേവിലേക്ക് നമ്മൾ എത്തി. റീച്ചിങ് ദ ഡെസ്റ്റിനേഷൻ. അവിടെയാണ് പോണ്ടേ. ഇവിടെ 2 റോക്സിൻ്റെ ഇടയിൽ ഒരു വേറൊരു റോക്ക് ഇരിക്കുന്നുണ്ട്. അതും ഒരു പ്രത്യേക സ്റ്റൈലിൽ. അതാണ് ഇതിൻ്റെ പേര് ഇടയ്ക്കൽ കേവ്സ് എന്ന് വരാൻ കാരണം. ഈ കേവ് ഫ്രെഡ് ഫോസിക് എന്ന് പറഞ്ഞ ഒരു ബ്രിട്ടീഷ് പോലീസ് ഓഫീസറാണ് കണ്ടുപിടിച്ചത്. ഇവിടെ 2 പാറകളുടെ ഇടയിൽ ഒരു ഗ്യാപ്പ് കാണാം. അപ്പോൾ അത് ഇതേ കണ്ടിട്ടാണ് ആൾക്കാർ ഇതേ തിരിച്ചു വരുന്നത്. ഈ റോക്സ്മേ കുറേ കൊത്തുപണികളുണ്ട്. ഇത് പണ്ടത്തെ ആൾക്കാർ ചെയ്തതാണെന്നാണ് പറയണേ. ദാറ്റ് ഈസ് ബിഫോർ ക്രൈസ്റ്റ്. അപ്പോൾ അന്നത്തെ ആൾക്കാരുടെ ഡ്രോയിങ്സും റൈറ്റിങ്സൊക്കെയാണെന്ന് അത് പറയണേ. ഇത് ഹിസ്റ്റോറിക്കലി വളരെ ഇമ്പോർട്ടൻറ്റ് പ്ലേസാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ തന്നെ നമ്മൾ ഒത്തിരി ലക്കിയാണ് നമുക്ക് ഇങ്ങനെ ഒരു സ്ഥലം കാണാൻ പറ്റിയത്. നമ്മൾ ഇത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആദ്യം വന്നവരൊക്കെ എങ്ങനെ കഷ്ടപ്പെട്ടിട്ടാവും വന്നതെന്നൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഈ ലെറ്റേഴ്സും ഡ്രോയിങ്സിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു തരാനായിട്ട് ഇവിടെ ഒരു ഗൈഡൊക്കെ ഉണ്ട്. ഇത് ശരിക്കും അമേസിങ് ആണ്. ഇത് പണ്ടത്തെ ആണെന്നാണ് പറയണേ. അപ്പോൾ അത് കാണാനായിട്ട് ഇത്രയൊക്കെ നടന്നു വന്നാലും നമുക്ക് ഒരു സംതിങ് ന്യൂ എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾക്ക് എനർജി ഉണ്ടെങ്കിൽ ഇവിടെ തീർച്ചയായിട്ടും കയറി വന്നിട്ട് കാണണം.
എടക്കൽ കേവ്സ് ഇറങ്ങുന്ന നേരത്ത് കുറച്ച് മഴയുണ്ടായിരുന്നു, അപ്പോൾ തലയൊക്കെ ഒന്ന് നനഞ്ഞു. നമ്മളിങ്ങനെ നടക്കുന്നുണ്ട് പ്രാന്തന്മാരെ പോലെ, കാലൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ പോവാണ്. അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് നമ്മൾ കയറിയത്. ഇനി ഇറങ്ങുമ്പോൾ അതിൻ്റെ ആ ഒരു ഫീൽ ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ തിരിച്ചു പോണ വഴി. ഇങ്ങനെ ഡും 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 ഇങ്ങനെ പോണുണ്ട്. പക്ഷെ നമ്മൾ സത്യം പറഞ്ഞ കാലും ഇങ്ങനെ പോണേന്ന് അറിയണില്ല. തിരിച്ചു പോകുമ്പോൾ നമ്മളൊരു സ്പെഷ്യൽ പായസം കുടിച്ചു, മുളയരിയുടെ പായസം. സംഗതി അടിപൊളിയായിരുന്നു. അങ്ങനെ കേവ്സ് കണ്ടത് നല്ലൊരു ഓസം എക്സ്പീരിയൻസ് ആയിരുന്നു. അടുത്തത് നമ്മൾ മുത്തങ്ങ ഫോറസ്റ്റിലേക്കാണ് പോയേ. ഇത് വയനാട് മുത്തങ്ങ വഴി കർണാടകയിലേക്ക് പോണ ഒരു റൂട്ടാണ്. രണ്ട് സൈഡിലും ഫോറസ്റ്റ് ആണ്, നല്ല പച്ചപ്പുണ്ട്, കാണാൻ സൂപ്പർ. അങ്ങനെ ഈ ഭംഗിയൊക്കെ ആസ്വദിച്ച് പോണ നേരത്താണ് നമ്മളിതേ കാട്ടാനേനെ കണ്ടു. ഇതാ വേറൊരു എലിഫന്റ്. ഇതാ അടുത്തത്. ഇതാ അവിടെ ഒരു കാട്ടുപന്നി ഉണ്ട്. ഇതാ അവിടെ നോക്ക്, എലിഫന്റ് ഫാമിലി തന്നെ ഉണ്ട്. എന്ത് ക്യൂട്ടാ അല്ലേ. പിന്നെ പീകോക്കിനെ കണ്ടു, അതേപോലെ മാനിനെ കണ്ടു. ഇതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം നമ്മളിവിടെ റോഡിൽ നിർത്താൻ പാടില്ല. ഇത് നമ്മളെ തന്നെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ നിയമം ഉണ്ടാക്കിയേക്കണേ. ആനിമൽസ് നമ്മളെ അറ്റാക്ക് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് വണ്ടി ഇങ്ങനെ മൂവ് ചെയ്യണമെന്ന് പറയണേ. എന്നാലും ഇത് ശരിക്കും എടുക്കാൻ പറ്റാത്ത കാരണം ഒരു വിഷമമുണ്ട്. ആക്ച്വലി ഇവിടെ ഒരു സഫാരി ഉണ്ടെന്നും കേട്ടു, പക്ഷെ അതിനൊന്നും നേരം ഉണ്ടായില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ ഇതൊക്കെ കണ്ട് തിരിച്ചു പോന്നു. അങ്ങനെ നമ്മുടെ ഡേ 1 അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ അത്യാവശ്യം ടയേർഡ് ആയിട്ടുണ്ട്, കാരണം നല്ലൊരു ട്രാവൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഫുഡ് കഴിച്ച് കിടന്നുറങ്ങി. ഇന്ന് ഡേ 2 രാവിലെ എണീറ്റ് കാപ്പിയൊക്കെ കുടിക്കുമ്പോൾ ചുറ്റും നോക്കുമ്പോൾ നല്ല അടിപൊളി സീൻ. അപ്പോൾ കുറച്ച് വീഡിയോ എടുത്തതാണ്. ഇത് നമ്മുടെ റൂമിൽ നിന്ന് തന്നെ പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന സീനുകളാണിത്. അതിനുശേഷം എല്ലാവരും കൂടി ഇന്ന് പോകേണ്ട സ്ഥലങ്ങളൊക്കെ പ്ലാൻ ചെയ്യായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ താമസിക്കുന്നതിൻ്റെ അടുത്തായിട്ട് പോളി ഹൗസ് ഫാർമിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെന്താണെന്നൊന്ന് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആദ്യം അങ്ങോട്ട് പോയി. നമ്മൾ മാത്രം നടന്ന് വരുന്ന വണ്ടിയിൽ വരുന്നവരാ മടിയന്മാര്. നമസ്കാരം. നോക്ക്, പട്ടി നമ്മളെ കണ്ട് ഹാപ്പി ആയിട്ട് വാലാട്ടണു. ഇത് അവിടെയുള്ള ചെടികൾക്ക് വേണ്ടിയിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് വെള്ളവും മാനിയറും ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പാണ്. അപ്പോൾ അതാത് സമയത്ത് പ്ലാന്റ്സിന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ തന്നെ ടൈമർ വെച്ചിട്ട് അവിടെ എത്തും. ഇതാ ഇവിടെ നോക്ക്, നല്ലോണം തക്കാളി ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇവിടെ നോക്ക്, നിറയെ പൂവാണ് തക്കാളി ഉണ്ടാവാൻ വേണ്ടിയിട്ട്. സൺഫ്ലവർ. ഇതാണ് പോളി ഹൗസ് ഫാമിംഗ്. ഈ പോളി ഹൗസിലേക്ക് കയറുമ്പോൾ വളരെ ഹൈജീനായിട്ട് കയറണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ നമ്മുടെ കാല് ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് വേണം ഉള്ളിൽ കയറാൻ. ഇവിടേക്ക് കയറി ഉടനെ തന്നെ പ്രാണികളൊന്നും കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡോർ അടച്ചിടും. ഇതാ നോക്ക്, നിറയെ തക്കാളികളാണ്. ഇത് വളരെ കെയറോട് കൂടിയിട്ടാണ് അവരിവിടെ ഉണ്ടാക്കുന്നത്. ഇവിടെ മെയിനായിട്ട് നല്ല ഹൈജീൻ ഉണ്ടാവണം, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഈ പോളി ഫാമിങ്ങിൽ. പ്രാണികളൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ചുറ്റും നെറ്റാണ് ഇട്ടേക്കണേ. അതിനുശേഷം എന്താ ഇതേപോലത്തെ യെല്ലോ കളറിലെ സ്റ്റിക്കി ആയിട്ടുള്ളൊരു സംഭവം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും പ്രാണി ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ അതിന്മേൽ സ്റ്റിക്കാവാൻ വേണ്ടിയിട്ട്. അടുത്തത് ഇവിടെ കൈപ്പക്കയാണ്. എന്ത് ഭംഗിയല്ലേ അതിൻ്റെ പൂക്കളൊക്കെ കാണാൻ. ഇവിടെ അവിടെ ഇവിടെയൊക്കെ കുറച്ച് കൈപ്പക്ക ഉണ്ടായിട്ടുമുണ്ട്.
ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഹണിബീനെ വളർത്തുന്നുണ്ട് പോളിനേഷന് വേണ്ടിയിട്ട്. ഇവിടെ ഇൻസെക്ട്സിനെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ നെറ്റും കൊണ്ട് നടക്കുകയാണ്. നമ്മളിത് അടുത്ത പോളി ഹൗസിലേക്ക് പോയി. ഇവിടെ നിറയെ വെറൈറ്റി കളേഴ്സ് ഓഫ് തക്കാളിയാണ്. ഇതാ ഈ കളറൊക്കെയാണ് ഉള്ളത്. അവിടെ താഴെ കിടക്കേണ്ടായിരുന്നു, ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. അങ്ങനെ പോളി ഹൗസിൻ്റെ ചെറിയൊരു ഐഡിയ ഒക്കെ കിട്ടിയിട്ട് നമ്മൾ അവിടെ നിന്ന് പോന്നു. അടുത്തത് നമ്മൾ പോണത് കാരാപ്പുഴ അഡ്വഞ്ചർ പാർക്കിലേക്കാണ്. കേരളത്തിലെ ലോങ്ങസ്റ്റ് സിപ്പ് ലൈൻ ഇവിടെയാണുള്ളത്. പിന്നെ സൗത്ത് ഇന്ത്യയിലെ ബിഗ്ഗസ്റ്റ് ജൈന്റ് സ്വിങ്ങും ഇവിടെ തന്നെയാണെന്നാണ് പറയണേ. അപ്പോൾ ഇതൊക്കെ കാണാനും എക്സ്പീരിയൻസ് ചെയ്യാനും ഈ അഡ്വഞ്ചറസ് പാർക്കിലേക്ക് നമുക്ക് പോവാം. പാർക്കിൽ കയറിയത് എല്ലാവർക്കും സിപ്പ് ലൈനിൽ കയറണം എന്നായിരുന്നു ആഗ്രഹം. അപ്പം ഞാനും പാപ്പച്ചേട്ടനും മാത്രമാണ് അതിൽ കയറാഞ്ഞത്. എനിക്ക് ക്ലോസ്ട്രോഫോബിയ കാരണം അത് കയറാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പോൾ ചേട്ടൻ എനിക്ക് കൂട്ടിയിരുന്നതാണ്. ബാക്കി ഇതെല്ലാവരും റെഡി ആയിട്ടുണ്ട്, അവരുടെ ഹെൽമെറ്റും പ്രൊട്ടക്ഷനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇട്ടിട്ട്. ഇനി ഇവരെ വണ്ടിയിൽ ഒരു സ്ഥലം വരെ കൊണ്ടുപോയിട്ട് അവിടെ നിന്നാണ് അവർ സിപ്പ് ലൈനിൽ പോവുക. ഞങ്ങളും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അവരുടെ കൂടെ പോയി. അങ്ങനെ പോയി എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്നാണ് എല്ലാവരും പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്കും ചാൻസ് കിട്ടുമെങ്കിൽ ട്രൈ ചെയ്തോളൂ. ഇവിടുത്തെ മറ്റൊരു ഹൈലൈറ്റാണ് ഇവിടുത്തെ ജയൻറ്റ് സ്വിങ്. ഇത് സൗത്ത് ഇന്ത്യയിലത്തെ തന്നെ ബിഗ്ഗസ്റ്റ് വൺ ആണെന്നാണ് പറയണേ. പിന്നെ ഒരുവിധം എല്ലാ റൈഡ്സും അടിപൊളിയാണ്. എല്ലാം ട്രൈ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. ഈ പാർക്കിൽ ഒത്തിരി നടക്കാനും റിലാക്സ് ചെയ്തിരിക്കാനും അതേപോലെ ഫോട്ടോ എടുക്കാനൊക്കെ ഒത്തിരി സ്ഥലങ്ങളുണ്ട്. അതേപോലെ ഡാമിൻ്റെ സൈഡിൽ കൂടെയൊക്കെ നടക്കാനായിട്ട് വഴിയൊക്കെ ഇട്ടിട്ടുണ്ട്. കുട്ടികളെയൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ ഒരു ഹോൾ ഡേ ഇവിടെ സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു ആംബിയൻസ് ഉണ്ട് ഇവിടെ. ചേട്ടൻ വണ്ടി പാർക്ക് ചെയ്തോടത്തുനിന്ന് കൊണ്ടുവരാൻ പോയപ്പോൾ ചെയ്ത കുറച്ച് ഗിമ്മിക്കുകളാണ് ഇവിടെ. അങ്ങനെ കാരാപ്പുഴ പാർക്കിൽ നിന്ന് നമ്മൾ അടുത്ത് പോണതാണ് കർലാഡ് ലേക്ക്. അപ്പോൾ ഇതാണ് കർലാഡ് ലേക്കിലേക്ക് പോകാനുള്ള എൻട്രൻസ്. ഇവിടെയും സിപ്പ് ലൈനൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ നിർത്തി വെച്ചേക്കാന്നാണ് പറഞ്ഞേ. പെഡൽ ബോട്ട് ഉണ്ട്, കയാക്കിംഗ് ഉണ്ട്, പിന്നെ 7 ആൾക്ക് ഗ്രൂപ്പായിട്ട് പോകാൻ പറ്റുന്ന ബോട്ടുണ്ട്. അവർ നമ്മളെ തുഴഞ്ഞു കൊണ്ടുപോകും. അതിലാണ് നമ്മൾ പോയത്. ഇവിടെ വളരെ ഈക്കോ ഫ്രണ്ട്ലിയാണ്. പ്ലാസ്റ്റിക്കും അങ്ങനത്തെ സാധനങ്ങളൊന്നും അവർ അകത്തേക്ക് കയറ്റുന്നില്ല. ഇവിടെ വെൽ മെയിൻറ്റെയിൻഡ് ആണ്. ഇത്ര ആൾക്കാർ വന്നും പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിലും ഇവിടെ നല്ല വൃത്തിയുണ്ട്. ഇത് ശരിക്കും വളരെ നന്നായിട്ട് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്.
അപ്പോൾ അത് കാരണം ഒരു രക്ഷയില്ല. ഇവിടുത്തെ ആ നാച്ചുറൽ എൻവയൺമെൻറ്റ് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇവിടുത്തെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് മറ്റൊരു പ്രത്യേകതയാണ്. 2 സൈഡിൽ ആമ്പൽപ്പൂവും ഇലകളും ഒക്കെ ആയിട്ട് അതിൻ്റെ നടുവിൽ കൂടെ അങ്ങനെ നടന്നു വരുമ്പോൾ ഒരു പ്രത്യേക രസമാണ്. ഈ ലേക്കിൻ്റെ ചുറ്റും നടക്കാനായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് നല്ല വായുവൊക്കെ ശ്വസിച്ച് ഇവിടെ ചുറ്റും ഇങ്ങനെ നടക്കാൻ നല്ല രസമുണ്ടാവും. കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് ഇവിടെ. അതേപോലെ പന്തലിച്ച് നിൽക്കുന്ന ചെടികൾ കാണാൻ എന്ത് രസമല്ലേ. പിന്നെ ഞങ്ങളൊരു ബോട്ടിങ്ങിന് പോയി. ഇത് അറൗണ്ട് 35 to 40 മിനിറ്റ്സ് എടുത്തിട്ടുണ്ട്. അതും അടിപൊളിയായിരുന്നു. ഞങ്ങൾ ഒത്തിരി എൻജോയ് ചെയ്തു. ആമ്പൽപ്പൂവും ഇലകളും കിളികളും മീനും ഒക്കെ കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഇരിക്കാനും നടക്കാനും ഒക്കെ കുറേ സൗകര്യമുള്ള കാരണം നമുക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവാനുള്ള സാധ്യതയില്ല. നമ്മുടെ ഈ ബിസി ലൈഫിലെ സ്ട്രെസ്സൊക്കെ മാറ്റി വെച്ചിട്ട് ഇവിടെ ഒരു ദിവസം ഇങ്ങനെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി റിലാക്സിങ് ആയിട്ട് ഫീൽ ചെയ്യും. ഇവിടെ ആദ്യമൊക്കെ കൊച്ചു കൊച്ചു റൂംസൊക്കെ ഉണ്ടായിരുന്നു, അവിടെയൊക്കെ താമസിക്കായിരുന്നു എന്നാണ് കേട്ടത്. പക്ഷെ ഇപ്പം അതൊക്കെ നിർത്തി വെച്ചേക്കുക എന്ന് പറഞ്ഞേ. അവിടെ ഇവിടുത്തെ ട്രൈബൽസാണ് ഇരുന്ന് മീൻ പിടിക്കുന്നത്. അത് ഗവൺമെൻറ് അലൗ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളവർക്കൊന്നും അലൗഡ് അല്ല. ഇവിടെ ഓരോ ഭാഗത്തും കൊച്ചു കൊച്ചു ഹട്ടുകൾ പോലെ ഇങ്ങനെ കാണാനുണ്ട്. അതും കാണാൻ നല്ല ഭംഗിയുണ്ട്. ബോട്ടിങ്ങിന് ശേഷം ഞങ്ങൾ കുറച്ച് നേരം അവിടെ നടന്ന് പിന്നെ ഫോട്ടോസൊക്കെ എടുത്ത് മെല്ലെ അവിടെ നിന്ന് ഇറങ്ങി. ഇതിൻ്റെ ഇടയിൽ നമ്മൾ 2 വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. പ്രൈവസി മാനിച്ചിട്ട് നമ്മളതൊന്നും ഇട്ടിട്ടില്ല. അങ്ങനെ ഡിന്നറൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഈ ഒരു ഹോട്ടലിലാണ് പിന്നെ പോയിട്ട് സ്റ്റേ ചെയ്തത്. ഇതാണ് ഞങ്ങളുടെ റൂം. എല്ലാവരും കൂടി ഇവിടെയാണ് കിടന്നത്. പിന്നെ ആൾക്കാരൊക്കെ കൂടുതലുള്ള കാരണം നമ്മളിങ്ങനെ ഒരു റൂമും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളൊക്കെ ഉള്ളൊരു ഹോട്ടലാണ്. രാത്രിയാണ് എത്തിയേ. അപ്പോൾ ജോസ്പ് മാത്രം ജസ്റ്റ് സ്വിമ്മിംഗ് പൂളിൽ പോയി കുറച്ച് നേരം സ്വിം ചെയ്തു. ഇവിടെ DJ പാർട്ടിയൊക്കെ നടത്താനുള്ളൊരു സ്ഥലമാണെന്ന് തോന്നുന്നു. അങ്ങനെ അത്യാവശ്യം രാത്രി വരെ എല്ലാവരും വർത്താനൊക്കെ പറഞ്ഞിരുന്ന് പിന്നെ ഉറങ്ങി. അതിനുശേഷം രാവിലെ എണീറ്റ് നല്ലൊരു ഗ്രാൻഡ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പിന്നെ പതുക്കെ തൃശ്ശൂർക്ക് സ്റ്റാർട്ട് ചെയ്തു. വഴിയിൽ ഞങ്ങൾ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ വണ്ടി നിർത്തി അവിടുത്തെ ബ്യൂട്ടിയൊക്കെ ആസ്വദിച്ചിട്ടാണ് പോകുന്നത്. ഇത് നമ്മൾ തിരിച്ചു വരുമ്പോൾ മുകളിൽ നിന്ന് കാണുന്ന ഒരു വ്യൂ ആണ്. നമ്മൾ അത്യാവശ്യം നല്ല ഹൈറ്റിലാണ്. അപ്പോൾ താഴെ കാണുന്ന ആ ഒരു ഭംഗിയാണത്. അടുത്ത് നമ്മൾ കോഴിക്കോടിലെ തുഷാരഗിരി വാട്ടർഫോൾസ് ആണ് കാണാൻ പോണേ. അപ്പോൾ നമ്മൾ പോണ വഴിയിൽ തന്നെയാണ്. അപ്പോൾ അത് കണ്ടിട്ട് പോകാമെന്ന് പ്ലാൻ ചെയ്തു. ഇത് ടൗണിൽ നിന്ന് അധികം ദൂരമില്ല. ഇവിടെ 3 വാട്ടർഫോൾസ് ഉണ്ടെന്നാണ് പറഞ്ഞേ. 3ാമത്തെ വാട്ടർഫോൾസൊക്കെ നല്ല ഹൈറ്റിലാണ്. അപ്പോൾ മിക്ക ആൾക്കാരും ആദ്യത്തെ വാട്ടർഫോൾസ് തന്നെ കണ്ടിട്ട് തിരിച്ചു പോകലാണ്. ഇല്ലെങ്കിൽ നമ്മുടെ എടക്കൽ കേവ്സിനെ പോലെയൊക്കെ നമ്മൾ അത്യാവശ്യം ട്രെക്ക് ചെയ്തിട്ട് വേണം മുകളിലേക്ക് കയറാൻ. നമ്മുടെ നാച്ചുറൽ ബ്യൂട്ടിയൊക്കെ ഇങ്ങനെ ഇതേപോലെ ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെ മെല്ലെ മെല്ലെ കയറി അതൊക്കെ ആസ്വദിച്ചിട്ട് അപ്പോൾ ആ ഒരു വൈബിൽ ഈ ഒരു വാട്ടർഫോളൊക്കെ കണ്ടുവരാം.
ഇതൊരു ചെറിയ വാട്ടർഫോളാണ്. അതാണ് നമ്മുടെ ആദ്യത്തെ വാട്ടർഫോൾസ്. ഇതൊരു തൂക്കുപാലാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇവിടെ നടക്കുമ്പോൾ തന്നെ ഒരു സ്വിങ് ഇഫക്റ്റ് ഫീൽ ചെയ്യും. ഇവിടെയൊക്കെ ഫോട്ടോ എടുക്കാൻ അടിപൊളിയാണ്. അതേപോലെ വാട്ടർഫോൾസ് നോക്കി ഇങ്ങനെ മണിക്കൂറോളം നിൽക്കാം. അതും ഒരു നല്ല അടിപൊളി ഫീലാണ്. വെള്ളം കുറച്ച് കുറവാണ്, പക്ഷെ നല്ല തണുത്ത വെള്ളം. ഇവിടെ കാലൊക്കെ ഇങ്ങനെ നനച്ച് നിൽക്കുമ്പോൾ നല്ല രസമുണ്ട്. നല്ല അടിപൊളി ഫീലാണ്. അധികം വെള്ളമില്ല, അപ്പോൾ വലിയ പേടിയൊന്നുമില്ല. കുഞ്ഞു കുട്ടികളൊക്കെ ആയിട്ട് ഇഷ്ടപ്രകാരം ആൾക്കാരുണ്ട് ഇവിടെ. ജോസിന് ഇങ്ങനത്തെയൊക്കെ കാണുമ്പോൾ തന്നെ ചാടാനും കയറാനൊക്കെ ഒത്തിരി ഇഷ്ടമാണ്. പക്ഷെ ഇന്നിപ്പോൾ നമ്മൾ തിരിച്ചു പോവാണ്. പിന്നെ ഡ്രസ്സൊക്കെ നനഞ്ഞാൽ വണ്ടിയിലിരിക്കാൻ ബുദ്ധിമുട്ടാവും എന്ന് വെച്ചിട്ടാണ് അധികം വെള്ളത്തിലേക്ക് ചാടാഞ്ഞത്. നല്ല ക്ലീൻ പാറയാണ്. അപ്പോൾ ജോസ് ഫൈമ കിടന്ന് റിലാക്സ് ചെയ്യുന്നു. ആസ് യൂഷ്വൽ വാട്ടർഫോൾസിൻ്റെ അടുത്തിരിക്കുകയാണെങ്കിൽ സമയം പോണതേ അറിയില്ല. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്ന് ടൈം സ്പെൻഡ് ചെയ്തു. ഇതായി ഇവിടെ നിന്നൊക്കെ പോകുമ്പോഴാണെന്ന് തോന്നുന്നു അടുത്ത വാട്ടർഫോൾസിലേക്ക് എത്തുക. പക്ഷെ ഞങ്ങൾ അവിടേക്കൊന്നും പോയില്ല. അങ്ങനെ ഞങ്ങൾ തിരിച്ചു. വാട്ടർഫോൾസിൻ്റെ അടുത്തുനിന്ന് കിട്ടിയ എനർജിയാണെന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഞങ്ങൾ വണ്ടിയിൽ ശരിക്കും അടിച്ചു പൊളിച്ചു. പിന്നെ നമ്മൾ വീടെത്തുന്ന വരെ ഈ ഒരു വൈബിലായിരുന്നു. സംഗതി ഞങ്ങളുടെ ഈ 3 ദിവസത്തെ ട്രിപ്പ് ശരിക്കും അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഈവനിങ് ആകുമ്പോഴേക്കും വീട്ടിലേക്ക് എത്തി. നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഈ 3 ദിവസത്തെ ട്രിപ്പ് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.